പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കലോത്സവങ്ങൾ പണക്കൊഴുപ്പിൻ്റെ ആഘോഷവേളകളാകുമ്പോൾ നന്മയുള്ള ഒരു കഥ കേൾക്കൂ. നിറച്ചാർത്ത്. വനവിദ്യാലയത്തിലെ പക്ഷി കലോത്സവം. പക്ഷികൾ അണിഞ്ഞൊരുങ്ങി തലയും തൂവലും കുലുക്കി രംഗത്തെത്തി. സ്വർണ്ണ നിറമുള്ള തൂവലുകൾ തുന്നിച്ചേർത്ത കുപ്പായവുമായി കഴുകന്മാരും പരുന്തുകളും വേദിയിലെത്തി. കൊക്കിൽ രത്നമാല ചാർത്തിയ പക്ഷികൾ, വെള്ളപൂശി വെളുപ്പിച്ച കാക്കകൾ. അങ്ങനെ പണക്കൊഴുപ്പിൻ്റെയും കൃത്രിമ സൗന്ദര്യത്തിൻ്റെയും ലഹളയായിരുന്നു വേദിയിൽ കണ്ടത്. സമൂഹഗാനത്തിനെത്തിയ കൊക്കുകൾ നഗരത്തിലെ ഏറ്റവും വലിയ പിന്നണി സംഘത്തിന് വൻ തുക കൊടുത്ത് കൊണ്ടുവന്നതായിരുന്നു. ഓ സൂപ്പർ, ഇതല്ലേ മോഡേൺ ട്രെൻഡ്? പുത്തൻ പണക്കാരിയായ രക്ഷിതാവ് ചോദിച്ചു. ഓ എന്ത് ട്രെൻഡ്? കരിമ്പൂതങ്ങളെ പോലെ കുറേ വേഷങ്ങൾ. ഇവർക്കുണ്ടോ കലയുമായി ബന്ധം? മൂങ്ങ മുത്തശ്ശി ചോദിച്ചു. പ്രധാന വേദിയിൽ അരങ്ങേറിയ സംഘഗാനത്തിന് ഏറ്റവും ഒടുവിലെത്തിയത് കുയിൽ സംഘമാണ്. അതുവരെ കേട്ട കാതടപ്പിക്കുന്ന ലഹളയ്ക്ക് ശേഷം എത്തിച്ചേർന്ന കുയിലുകളുടെ മന്ദിരമധുരമായ നാദം കേട്ട് കാഴ്ചക്കാർ കോരിത്തരിച്ചു. സിനിമാക്കാരികളെ വരെ അണിയിച്ചൊരുക്കുന്ന ചമയക്കാരാണ് ശാസ്ത്രീയ നൃത്തത്തിന് വന്നവരെ ചായം പൂശി വേദിയിലെത്തിച്ചത്. കാക്കകൾ, കൊക്കുകൾ, ചെമ്പോത്തുകൾ എന്നിങ്ങനെ പല പക്ഷികളും തിരിച്ചറിയാനാവാത്ത വിധം അണിഞ്ഞൊരുങ്ങി വേദിയിലെത്തി. സാധു കുടുംബത്തിൽ നിന്ന് വന്ന മിന്നാരിത്തത്ത ചമയങ്ങളില്ലാതെ വേദിയിൽ നിറഞ്ഞാടിയത് കാണികളെ ഹരം കൊള്ളിച്ചു. സംഘനൃത്തത്തിൽ പങ്കാളികളെക്കാൾ കൂടുതൽ തിളങ്ങിയത് വേദിയിലെ വിളക്കുകളാണ്. അവസാനമായി എത്തിയ മയിലുകൾ യാതൊരു ചമയവും ധരിക്കാതെ സ്വാഭാവിക വേഷത്തിൽ അരങ്ങിലെത്തി. മയിലുകളുടെ നൃത്തം കണ്ട് മറ്റുള്ളവർ അന്തം വിട്ടു. മഴ തോർന്നെങ്കിലും മഴക്കാറ് കൊണ്ട് മങ്ങിയ ആകാശത്ത് മഴവില്ല് തെളിഞ്ഞ നേരത്ത് വേദിയിൽ മയിലുകൾ ആടിയപ്പോൾ മാനത്തും താഴത്തും ഒരുപോലെ വിരിഞ്ഞ വർണ്ണക്കാഴ്ച ഏവരെയും ആനന്ദത്തിൽ ആറാടിച്ചു. സംഘനൃത്തത്തിന് മയിൽക്കൂട്ടവും സംഘഗാനത്തിന് കുയിലുകളും ഒന്നാം സമ്മാനം നേടിയപ്പോൾ നൃത്ത ഇനങ്ങളിൽ ഒന്നാമതായി തത്തകളും വേദിയിലെത്തി. നൃത്തത്തിലും ഗാനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച ശിങ്കാരിത്തത്ത കലാകിരീടം ചൂടിയപ്പോൾ പക്ഷികൾ സ്വയം മറന്ന് ചിറകടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആഡംബരങ്ങളിലും പണക്കൊഴുപ്പിലും മുങ്ങിയതല്ല യഥാർത്ഥ കലയെന്ന് തിരിച്ചറിഞ്ഞ പക്ഷികൾ അഹങ്കാരം വെടിഞ്ഞ് മിടുക്കരായ വിജയികളെ പ്രോത്സാഹിപ്പിച്ചു.